ഇപ്പൊ കാണിച്ചു തരാം. എന്റെ വാല്, എന്റെ വാല് വിടുന്നേ. അമ്പട കള്ള, നീയാണോ ഈ സൂത്രം ഒപ്പിച്ചത്? ചട്ടമ്പി എന്തു ചെയ്താലും കിട്ടൂനുമ്മ. കാണിച്ചു തരാൻ. അമ്മേ, ഭൂതം. ഭൂതമോ? നിന്റെ ചേച്ചി എവിടെ? കാത്തു, കാത്തു. അയ്യോ അമ്മേ, ഓടിവാ. അയ്യോ. ആഹാ, ഈ കാത്തുവിന്റെ കാര്യം. ഇങ്ങോട്ട് ഇറങ്ങി വാ. അമ്മേ, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അമ്മേ, അമ്മേ, നമുക്ക് ചേച്ചിയെ രക്ഷിച്ചാം. പതുക്കെ. കിട്ടുവിനെ പിടിക്കാൻ വന്ന ഭൂതം നിന്നെ പിടിച്ചോ? പോടാ. ഹായ്, നല്ല പഴുത്ത പപ്പയ്ക്ക. അയ്യോ, കാത്തു വലിക്കല്ലേ, ഞാൻ വീഴും. അമ്മേ, നോക്കിക്കോ. ഞാൻ കുരുവി സന്തോഷത്തിലാ. അവളുടെ മുട്ടകൾ വിരിയാറായെന്ന് തോന്നുന്നു. നമുക്ക് നോക്കിയാലോ? കാത്തു, കുരുവിയെ ഒന്ന് പറ്റിക്കാം. വാ വാ. എന്റെ മുട്ട എവിടെ? എന്റെ മുട്ട എവിടെ? എവിടെ എന്റെ മുട്ടകൾ? വേഗം പറഞ്ഞു, ഇല്ലെങ്കിൽ കൊത്തി ഞാൻ കണ്ണുപൊട്ടിക്കും. എന്റെ വാവേ, വാവേ. നോക്കപ്പോ, ദേ അമ്മ താറാവും കുഞ്ഞുങ്ങളും. കാത്തു, താറാ കുഞ്ഞുങ്ങളെ നമുക്ക് കൊണ്ടുപോവാം. ആ ശരിയാ, വാ വാ. അയ്യോ, എന്റെ കുഞ്ഞുങ്ങൾ അവിടെ. ഏയ്, അവിടെ നിൽക്കാൻ, നിക്കവിടെ. അപ്പോ ഓടിക്കോ. അപ്പോ ആ കൊക്കമ്മാവൻ ഇവിടല്ലേ ഇരിക്കുന്നത്? അതെ, ഇപ്പ വരും. എന്നാ വാ, വേഗം വാ. അയ്യോ, അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ചിണ്ടനും ചുണ്ടനും എന്തോ മോഷ്ടിച്ചിട്ടുണ്ടല്ലോ. ആ, ഇവരെ പിടിക്കാൻ വഴിയുണ്ട്. വാപ്പു, വേഗം വച്ചോ. വാപ്പു, വാ വാ, ഒളിച്ചിരിക്കാം.
നിക്കവിടെ. ഓടിക്കോ. കണ്ടനില്ല, രക്ഷപ്പെട്ടു. കാത്തു, കണ്ടൻ. അഹങ്കാരികളെ നിക്കവിടെ. അയ്യോ അമ്മേ, കണ്ടൻ. അയ്യോ പാറ. അമ്മേ. കാത്തു, കയറി വാ, കണ്ടൻ പോയി. ഓ, രക്ഷപ്പെട്ടു. ആ, എത്തിയോ? എവിടായിരുന്നു രണ്ടുപേരും? ഇന്ന് എന്ത് കുസൃതിയാ രണ്ടുപേരും കൂടി ഒപ്പിച്ചത്? ഒന്നുമില്ല. അയ്യോ കണ്ടൻ. കണ്ടനല്ല, ഭൂതം. അപ്പൊ കണ്ടനോടായിരുന്നോ കളി? പിടിച്ചോണ്ട് പോട്ടെ, കുസൃതിക്ക് ഉണ്ടോ ഒരാതിര്?
ആരാ ഈ ചവറൊക്കെ ഇവിടെ ഇട്ടത്? ചുവരിലൊരു ദ്വാരമോ? ശ്ശോ, ആരായാലും ഇത് ഇത്തിരി കടന്നുപോയി. ഓ, അപ്പൊ ഇത് ചെയ്ത ആള് തന്നെയായിരിക്കും എന്നെ ഇന്നലെ ഉറങ്ങാൻ സമ്മതിക്കാത്തതും. എന്തൊരു ബഹളമായിരുന്നു. ഭാഗ്യം, എന്റെ പന്തിനൊന്നും പറ്റിയില്ല. ഈ ശബ്ദം തന്നെയാ ഇന്നലെ രാത്രിയിലും കേട്ടത്. അപ്പൊ ഇത് ചെയ്ത ആള് തന്നെയാ അതും ചെയ്തത്. ഞാൻ ശരിയാക്കി തരാം. എന്റെ പന്ത്, ആരാ എന്റെ പന്ത് എടുത്തേ? ആ പന്തിനെ കേടാക്കരുത്. അയ്യോ, ആരെങ്കിലും ഓടി വായോ, ഒരാള് വെള്ളത്തിൽ വീണേ. അയ്യോ, രക്ഷിക്കണേ. എന്താ പൂപ്പി, എന്തു പറ്റി? ആരാ വെള്ളത്തിൽ വീണേ? ഒരു എലിക്കുഞ്ഞ് എന്റെ പന്തും കൊണ്ട് ഓടിപ്പോയതാണ്. ഞാൻ പിടിക്കാൻ നോക്കിയപ്പോ ഉരുണ്ട് താഴേക്ക് വീണു. ഇപ്പൊ കാണുന്നില്ല. അവളെ രക്ഷിക്കു കോഴിയമ്മേ. പൂപ്പി വിഷമിക്കാതെ, ഞാനൊന്ന് നോക്കട്ടെ. ആ, എലിക്കുഞ്ഞാണോ? എന്നാൽ സാരമില്ല. അതിന് നന്നായി നീന്താൻ അറിയുന്നതല്ലേ. ഒത്തിരി നേരം വെള്ളത്തിനടിയിൽ കഴിയാനും അറിയാം. പൂപ്പി പേടിക്കണ്ട കേട്ടോ, അതിങ്ങ് പോന്നോളും. ആണോ? അവൾ അത്രയ്ക്ക് വലിയ നീന്തൽക്കാരിയാണോ? ഞാൻ ശരിക്കും പേടിച്ചു പോയി. എന്നാലും അവൾ എന്റെ പന്ത് എന്തിനാ എടുത്തോണ്ട് പോയേ? കരണ്ട് നശിപ്പിക്കാനായിരിക്കും. അയ്യോ, അതെന്തിനാ? അതേ, എലികളുടെ പല്ലുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. അതെപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ കരണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കരളാതിരുന്നാൽ അത് താഴേക്ക് വളർന്നു വന്ന് പിന്നെ ഒന്നും കഴിക്കാൻ പോലും പറ്റാതെയാകും. ഓ, അങ്ങനെയാണോ? എന്നാൽ അവൾക്ക് കരണ്ട് മുറിക്കാൻ ഇനി ഞാൻ വേറെന്തെങ്കിലും കൊടുക്കാം. ഇപ്പൊ പന്തും കാണുന്നില്ലല്ലോ. അത് ഒഴുകിപ്പോയി കാണും. ഏതായാലും എലിക്കുഞ്ഞിങ്ങ് വരട്ടെ, അവൻ കണ്ടോന്ന് ചോദിക്കാം. അതാ പന്ത്. കോഴിയമ്മേ കണ്ടോ? എന്റെ പന്ത് ദോ അവിടെ. കോഴിയമ്മേ, എലിക്കുഞ്ഞാ പന്തിനടിയിലുണ്ട്. നോക്ക് നോക്ക്. ശരിയാണല്ലോ, ആൾ അതിനടിയിലുണ്ട്. പക്ഷെ അത് നന്നായി തളർന്നിട്ടുണ്ടല്ലോ. പൂപ്പി, നമുക്കിതിനെ ഇപ്പൊ തന്നെ രക്ഷിക്കണം. അപ്പുറത്തുള്ള പാറയിടുക്കിലെത്തിയാൽ ഒഴുക്കിന് ശക്തി കൂടും, പിന്നെ അപകടമാണ്. അയ്യോ, അവളെ എങ്ങനെ രക്ഷിക്കും? എന്തേലും വഴിയുണ്ടോ?
കൊണ്ടുപോയത്? ഓടി കരയിലേക്ക് ഇങ്ങ് വന്നാ പോരായിരുന്നോ? ആ അത് പിന്നെ എന്നെ രക്ഷിക്കാൻ പൂപ്പി ഇത്രയൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും പന്ത് പൂപ്പിക്ക് തിരിച്ചു തരണമെന്ന് തോന്നി. ഹോ, എന്തായാലും ആശ്വാസമായി. നിനക്ക് ആപത്തൊന്നും വന്നില്ലല്ലോ. പന്ത് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? എനിക്കാണെങ്കിൽ കളിക്കാൻ കൂട്ടില്ലാതിരിക്കുമായിരുന്നു. ആഹാ, നിങ്ങളിപ്പോൾ കൂട്ടായോ? എന്നാൽ ഞങ്ങൾ പോട്ടെ. വാ മക്കളെ, നമുക്ക് പോകാം. ശരി കോഴിയമ്മേ, ഞങ്ങളും പോവാ. ഞാൻ പൂപ്പി, ഇനി നമ്മൾ കൂട്ടുകാരല്ലേ? എന്താ നിന്റെ പേര്? പിങ്കി. പൂപ്പി എന്നോട് ക്ഷമിക്കണേ, ഞാൻ പൂപ്പിയെ ഇന്നലെ ഉറങ്ങാനേ സമ്മതിച്ചില്ല അല്ലേ? ഓ, അത് സാരമില്ല. പിങ്കി, നിനക്കെന്താ എന്റെ വീട്ടിൽ താമസിച്ചൂടെ? അവിടെ തട്ടിൻപുറത്ത് ഒത്തിരി സ്ഥലമുണ്ടല്ലോ. ശരിക്കും? ശരി പൂപ്പി, എന്നാൽ പൂപ്പിയുടെ ഇഷ്ടം പോലെ. ഇനി പൂപ്പിയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. ആ ശരി ശരി. ഒന്ന് ചോദിക്കട്ടെ, ഈ പന്തും കരണ്ട് മുറിക്കാനാണോ പിങ്കി കൊണ്ടുപോയത്? പൂപ്പി കണ്ടില്ലായിരുന്നെങ്കിൽ ഈ പന്ത് ഞാൻ കരണ്ട് മുറിച്ചേനെ. ഒരു കടുവ ദാഹിച്ചു വലഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. എടോ വാനര, കുറച്ചു വെള്ളം കുടിക്കാൻ എന്താണ് വഴി? വഴിയുണ്ടല്ലോ. അവിടെ ആ പാറയ്ക്കടുത്ത് ഒരു ചെറിയ കുളമുണ്ട്. ഓഹോ, എന്നാൽ അങ്ങോട്ട് പോകാം. ഹായ്, നല്ല തെളിഞ്ഞ വെള്ളം. എന്തു രുചി! പന്നിയോ? വെള്ളം കുടിക്കാൻ വന്നതാവും. എന്തൊരു ദുർഗന്ധം! ഈ പന്നിയെയാണല്ലോ. ഓ, എന്തൊരാർത്തി! എന്തൊരു നാറ്റം! ഈ പന്നി വന്ന് വെള്ളം കുടിച്ച് വെള്ളവും നിറഞ്ഞു.
അയ്യോ, ഇനി ഈ വെള്ളം കുടിക്കാൻ കൊള്ളില്ല. ഈ നാറ്റം സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. ഓ, ഈ കടുവ എന്നെ കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. ശരിയാ, എന്നെ പേടിച്ചിട്ട് തന്നെയാ ഓടുന്നത്. ഈ കടുവയെ അങ്ങനെ വിട്ടാ പറ്റില്ല. പോയി ചവിട്ടിക്കൊന്നാലോ? അല്ലെങ്കിൽ വേണ്ട, പാവം. ഇവനെ പോരിന് വിളിക്കാം, 4 ആൾ അറിയുകയും ചെയ്യും. ഓ, ഈ നാരെയാണാവോ ഞാൻ കണി കണ്ടത്. കഷ്ടം തന്നെ. ഓ, ഇത്രയും ദുർഗന്ധമുള്ള ഒരു മൃഗത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ, അതാ പന്നിയാണല്ലോ. നിൽക്കവിടെ. നീ എവിടെയാ പേടിച്ചോടുന്നത്? ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പോരിന് വാ. അപ്പോ അതാണ് കാര്യം. ഞാൻ പേടിച്ചോടുകയാണെന്നാണ് ഈ വൃത്തികെട്ട ജന്തു കരുതിയിരിക്കുന്നത്. ഇവനോട് ഇപ്പോൾ പൊരുതിയാൽ എൻ്റെ മേല് നാറും. ശരി, എനിക്ക് സമ്മതം തന്നെ. എന്നാൽ ഇന്ന് വേണ്ട, മറ്റന്നാൾ വരൂ, നമുക്ക് പൊരുതാം. വീട്ടിലേക്ക് ഓടുന്ന വഴിയിൽ കണ്ണിൽ കണ്ട മൃഗങ്ങളോടെല്ലാം കടുവയെ പോരിന് വിളിച്ച കഥ അവൻ പറഞ്ഞു. പക്ഷേ പന്നി പറഞ്ഞ കഥ കേട്ട് വീട്ടിലുള്ളവർ ഞെട്ടി. പമ്പര വിട്ടി, നിന്റെ നാറ്റം സഹിക്കാതെ ആവണം കടുവ ഓടിയത്, അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല. അയ്യോ അമ്മേ, അച്ഛാ, അപ്പൂപ്പ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? കടുവ എന്നെ തിന്നും. വിഷമിക്കണ്ട, ഞാനൊരു സൂത്രം പറയാം. നീ പോരിന് പോവുക തന്നെ വേണം. പക്ഷേ അഴുക്കിലും ചേറിലും നന്നായി ഉരുണ്ടിട്ടു വേണം പോകാൻ. അപ്പൂപ്പൻ പറഞ്ഞ പോലെ തന്നെ പന്നി ചേറിലും അഴുക്കിലുമൊക്കെ നന്നായി ഉരുണ്ടു. എന്നിട്ട് പേടിച്ചിട്ടാണെങ്കിലും പോരിനെത്തി. അതാ വരുന്നുണ്ട് അഹങ്കാരി. ഒറ്റ കുതിപ്പിന് അവന്റെ കഥ കഴിക്കണം. ഏതായാലും കടുവ എന്നെ കൊല്ലും. പതിയെ ചെല്ല, അത്രയും നേരം കൂടി ജീവിക്കാമല്ലോ. എന്തൊരു നാറ്റം! ഈ പന്നിയെ ഇന്ന് നാറുന്നുണ്ടല്ലോ. എന്റെ കഥ കഴിഞ്ഞത് തന്നെ. അപ്പൂപ്പന്റെ സൂത്രം ഒന്നും ഫലിക്കില്ല. ഓ, എന്തൊരു നാറ്റം! ഇവനോട് പോരിന് എനിക്ക് വയ്യ. ഓ, എന്റെ ഊഹം ശരി തന്നെ. ഇവനെ എന്നെ ശരിക്കും പേടിയാ. വാ ഇവിടെ, നമുക്ക് പോര് തുടങ്ങാം. വേണ്ട വേണ്ട, എനിക്ക് ഈ നാറ്റം സഹിക്കാൻ വയ്യ. പോരിനി മറ്റൊരിക്കലാവാം. അന്നു മുതൽക്കാണ് പന്നികൾ ചേറിലും അഴുക്കിലും കിടന്നുരുളാൻ തുടങ്ങിയത്. ദുർഗന്ധമുണ്ടായിരുന്നാൽ അപകടം മാറിപ്പോകുമെന്നും അവർ വിശ്വസിച്ചു.
എന്താണ് ആ കിളി ചെയ്യുന്നത്? അങ്ങോട്ട് ചെന്ന് നോക്കാം. ജീവികൾ നെന്മണികളും പുഴുക്കളുമൊക്കെ കൊത്തിയെടുത്ത് പറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കിളി എന്താ ഇങ്ങനെ? അതിനോട് തന്നെ ചോദിക്കാം. ഹായ്, അവൻ വീണ്ടും വന്നല്ലോ. അയ്യോ, പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കാനാണ് ഞാൻ വന്നത്. അതെയോ? നീ എന്തിനാണ് ഈ നാരുകൾ കൊത്തിപ്പറക്കുന്നത്? നല്ല തമാശ. എനിക്ക് കൂടുണ്ടാക്കാൻ വേണ്ടി. കൂടോ? അതെന്താണ്? ഞങ്ങൾ കിളികൾ കൂടുകൂട്ടും. അതിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറന്നു നടക്കാമല്ലോ, പിന്നെന്തിനാണ് കൂടുണ്ടാക്കുന്നത്? അയ്യോ, മഴ വരുന്നു. മഴ വരുന്നു, മഴ വരുന്നു. എന്താ, നിനക്ക് കൂടില്ലേ? ആവൂ, രക്ഷപ്പെട്ടു. മഴ അധികം നനഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി കിളികൾ എന്തിനാണ് കൂട് കൂട്ടുന്നതെന്ന്. ഹാവൂ, മഴ മാറി. അത് ഞാൻ മുമ്പ് കണ്ട കിളിയാണല്ലോ. അവളെന്തിനാ എന്റെ വീടിന്റെ മുറ്റത്ത്? നീ എന്താ ഇവിടെ? ഇതാണോ നിന്റെ കൂട്? ഇതെന്റെ വീടാണ്. ഇത്രയും വലിയ വീടോ? ഇത് നീ ഉണ്ടാക്കിയതാണോ? അല്ല, ഇതെനിക്ക് എന്റെ യജമാനൻ ഉണ്ടാക്കി തന്നതാണ്. മഴയും വെയിലും കൊള്ളാതെ എനിക്കിതിനകത്തിരിക്കാം. കൊള്ളാം, നല്ല വീട്. നീ എന്റെ കൂടെ വരുന്നോ? എന്റെ കൂട് ഞാൻ കാണിച്ചു തരാം. ശരി.